കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ശബരിമലയിൽ തിരക്ക് കൂടുതലാണ്. നാളെയും മറ്റന്നാളും അവധി ദിവസങ്ങളായതിനാൽ സന്നിധാനത്ത് കൂടുതൽ ഭക്തർ എത്തിയേക്കും. കഴിഞ്ഞ ആഴ്ചയിൽ തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോയ സാഹചര്യത്തിൽ കൂടുതൽ കരുതലോടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ളത്. സന്നിധാനത്ത് നിന്ന് മഹേഷ് പോലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ശബരിമലയിൽ ഇന്ന് ഭക്തജനങ്ങളുടെ തിരക്ക്, തീർത്ഥാടകരുടെ തിരക്ക് ഏറി വരികയാണ്. കഴിഞ്ഞ 2 ദിവസം തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല. ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്ക് ശബരിമലയിൽ വീണ്ടും വരികയാണ്. കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് തിരക്ക് ഏറെ അനുഭവപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തിരക്കിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷേ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. 18-ാം പടിക്ക് താഴെ നമുക്കിപ്പോൾ കാണാം. 18-ാം പടിക്ക് താഴെ ഒരുപാട് ഭക്തർ മുകളിലേക്ക് കയറി 18-ാം പടി കയറി എത്തി ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. പോലീസ് വളരെ കൃത്യമായി തന്നെ ഇടപെടുകയാണ്. ഏകദേശം മണിക്കൂറിൽ 4000-ഓളം പേരെയാണ് ഇപ്പോൾ 18-ാം പടിയുടെ മുകളിലേക്ക് കയറ്റി വിടുന്നത്. ഏകദേശം 4000 എന്ന് പറയാം. ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ 1 മണി മുതലാണ്, 3 മണിക്ക് നട തുറക്കുന്നതിന് മുൻപ് 1 മണി മുതലാണ് ഭക്തരെ ശ്രീകോവിലിന് മുന്നിലേക്ക്, സോപാനത്തേക്ക് കയറ്റിവിട്ടത്. ഏകദേശം 25,000-ത്തിലധികം പേർ ഇപ്പോൾ തന്നെ സന്നിധാനത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ പകുതിയിലേറെ ആളുകൾ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിട്ടുമുണ്ട്. അഭിഷേകത്തിനും മറ്റുമായി മടങ്ങിയിട്ടുണ്ട്. ശ്രീകോവിലിൽ നിൽക്കുന്ന ഈ പ്രദേശത്ത് ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് കാര്യമായി എടുത്തിരിക്കുന്നത്. അതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി ഉൾപ്പെടെ ചേർന്നെടുത്ത അവലോകന യോഗത്തിൽ ചേർന്നെടുത്ത തീരുമാനങ്ങൾ അത് നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പമ്പയിൽ നിന്ന് ശ്രീകോവിൽ വരെയുള്ള, സന്നിധാനം വരെയുള്ള പാതകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ അതിനു മുൻപ് തന്നെ ഭക്തരെ ക്രമീകരിക്കുക. അതിനായി ഇടത്താവളങ്ങൾക്ക് സമാനമായ രീതിയിൽ ശബരി പാതയിൽ ഇടത്താവളങ്ങൾക്ക് സമാനമായി വാഹനങ്ങൾ നിർത്തിയിടാനും പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കാനുമുള്ള ഇടങ്ങൾ കണ്ടെത്തുക. കൂടുതലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിലയ്ക്കലിൽ ഒരുക്കുക. ഏകദേശം 500-ലധികം വാഹനങ്ങൾ കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, നിലയ്ക്കലിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്നലെ തന്നെ അതിനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. തിരക്ക് നമുക്ക് കാണാം. ഈ ഫ്ലൈ ഓവറിന് മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലേത് സമാനമായി തന്നെ. പക്ഷെ ഇന്നലെയും മെനിഞ്ഞാന്നും ഒരു ചെറിയ അയവുണ്ടായിരുന്നു. ഇന്നലെ അപ്പാച്ചിമേട് വഴി ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനും ശബരിമലയിലേക്ക് കയറിയത്. പക്ഷെ അത് വലിയൊരു തിരക്ക് അവിടുന്ന് കാനന പാതയിൽ വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് തന്നെ ഭക്തർക്ക് മുകളിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഒരു തിരക്ക് മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒരല്പം കൂടുതലാണ്. നാളെ ഏതാണ്ട് 90,000-ത്തിന് അടുപ്പിച്ച് ആളുകൾ വെർച്വൽ ക്യൂവിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കാനനപാതയിലൂടെയും പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലൂടെയും മറ്റു വഴികളിലൂടെയും സന്നിധാനത്തെത്തുന്ന ഭക്തരുമുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിലുള്ള ഭക്തരുമുണ്ട്. അതായത് നാളെയും മറ്റന്നാളും തിരക്ക് കൂടും. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ രീതിയിലുള്ള സംവിധാനങ്ങളിലെ പാളിച്ച ഇത്തവണ ഇല്ലാതിരിക്കാൻ തന്നെ കർശനമായ നടപടികളിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് നിന്ന് ബബീഷ് കക്കോടിയോടൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.